ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ദൈവവചന ഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർത്താവ് സംസാരിക്കുന്നതായിട്ട് കർത്താവിനെ പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഫിലിപ്പോസ് അന്ത്രയോസും കർത്താവിൻ്റെ അടുത്ത് പോയി പറയുന്നതും, എന്നാൽ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം അവിടെ വെളിപ്പെടുത്തി. കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അപ്പോൾ ഒരു സിംഗിൾ ഗോതമ്പ് മണിയായിട്ട് ഇരുന്ന് ഒരു കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലല്ല, അത് നിലത്ത് വീണ് കിളിർത്ത് കഴിയുമ്പോൾ അനേക മണികൾ അതിലുണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നത് പോലെയാണ് താൻ ഈ ലോകത്ത് മരിച്ച് അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ, നിത്യജീവനെ പ്രദാനം ചെയ്യാനാണ് കർത്താവ് കടന്നു വന്നത് എന്നുള്ള വ്യക്തമായിട്ട് കർത്താവും അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, കർത്താവിനെ പ്രതി ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ നിത്യജീവന് വേണ്ടി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ അന്ത്യനാഴികയിലേക്കുള്ള ആ അവസരത്തിൽ വളരെ കലങ്ങിയിരിക്കുന്നതായിട്ടും ഒക്കെ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നതും ഒരു ശബ്ദമുണ്ടാകുന്നതും ഒക്കെയാണ് നമ്മൾ കേട്ടത്, വായിച്ചത്. 30-ാം വാക്യം, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട്, ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ തൻ്റെ മരണവും തൻ്റെ പുനരുത്ഥാനവും നിമിത്തം ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ കുറച്ച് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, നമുക്ക് തന്നെ വിഷമം തോന്നും. ഇത്രയൊക്കെ സുവിശേഷം വായിച്ച് പഠിച്ചപ്പം എൻ്റെ കർത്താവ്, നിന്നെ അവരെല്ലാം കൂടെ ക്രൂശിച്ച് കൊന്നല്ലോ, അല്ലെങ്കിൽ നീ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ലല്ലോ. എത്ര പ്രാവശ്യം എത്ര വ്യക്തമായിട്ട് അവരുടെ കണ്ണിന് മുന്നിൽ കർത്താവെ കഴുതക്കുട്ടിപ്പുറത്ത് കയറി ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നത് പോലെ, ദൈവവചനം അറിയുന്ന അതിൻ്റെ വള്ളിയും പുള്ളിയും പോലും കൃത്യമായിട്ട് അറിയാവുന്ന ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിൽ നീ എത്ര വ്യക്തമായിട്ട് നിന്നെ തന്നെ നീ വെളിപ്പെടുത്തി. എന്നിട്ട് പോലും അവസാനത്തെ നിമിഷമായിട്ട് പോലും കർത്താവെ അവർക്കാർക്കും കർത്താവിനെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഓരോ പ്രാവശ്യം അങ്ങനെ ആയതും തോറും കൂടുതൽ 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 കർത്താവിനെ കൊന്നുകളയാനായിട്ടുള്ള പദ്ധതികൾ അരങ്ങേറുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ സങ്കടം തോന്നും. എന്നാൽ കർത്താവ് അവിടെ ഈ പറഞ്ഞ വാക്യത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ഇത് ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. അവൻ ലോകത്തിലേക്ക് വന്നു, ഈ ലോകം അവനെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് അവൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ, ഈ ലോകത്തിലേക്ക് കർത്താവ് വന്ന് താൻ ആരാണെന്നും ദൈവത്തിന് മനുഷ്യരാശിയെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നും ഈ മനുഷ്യൻ ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് ഒടുങ്ങിപ്പോകാനല്ല, അവന് നിത്യജീവൻ നൽകാനാണ് താൻ കടന്നു വന്നിരിക്കുന്നത് എന്നും കർത്താവ് പ്രസ്താവിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് പറഞ്ഞ വചനങ്ങളെയും കർത്താവ് അവരുടെ കണ്ണ് തുറക്കപ്പെടാൻ തക്കവണ്ണം ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വളരെ വ്യക്തമായിട്ട് അവരോട് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അവരിൽ കൂടുതൽ പേർക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, കർത്താവിനെ അവർ തള്ളിക്കളയുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. നമുക്കറിയാം, അങ്ങനെ കർത്താവ് വിധിക്കപ്പെട്ടു, പീലാത്തോസിൻ്റെ മുന്നിൽ കർത്താവ് വിധിക്കപ്പെട്ടു എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാ. പീലാത്തോസ് തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മൗനം കൊണ്ട് നീ നമ്മളെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സത്യം പറഞ്ഞാൽ കർത്താവ് അവിടെ ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ലോകം എന്നെ വിധിക്കുകയല്ല ചെയ്യുന്നത്, ഈ ലോകത്തിൽ വേണ്ടി അവന് നിത്യജീവൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് വെളിപ്പെടുത്താനുമായിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഈ ലോകം അതിന് നിഷ്കാസനം ചെയ്ത് കളയുക ചെയ്യുന്നു, കർത്താവിനെ തള്ളിക്കളയുക ചെയ്യുന്നു. നമുക്കറിയാം, ഒരു മുതലാളി, ഒരു ഉടയവൻ അവൻ്റെ സ്ഥലമൊക്കെ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പോയി തിരിച്ച് ഫലമെടുക്കാൻ വന്നപ്പോൾ പരിചാരകന്മാരെ അയച്ചു, അവസാനം സ്വന്തം പുത്രനെ അയച്ചു. അപ്പോൾ ഈ പുത്രനെയും കൊന്നിട്ട് നമുക്കിത് അവകാശമാക്കിയെടുക്കാം എന്ന് പറയുന്ന കുടിയാന്മാരുടെ ഉപമയും കർത്താവ് ഇതര സുവിശേഷങ്ങളിൽ പറഞ്ഞ് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവരോട് എന്തു ചെയ്യും? കാരണം കർത്താവ് ഈ ലോകത്തെ വിധിക്കാനായിട്ട് കർത്താവ് എങ്ങനെയാണ് ക്വാളിഫൈഡ് ആകുന്നത്? എങ്ങനെ സുവിശേഷം ഈ ലോകത്തെ വിധിക്കുന്നതിൻ്റെ ന്യായം എന്താ?
ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ലോകത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അവന് ഒരു നിത്യതയുണ്ടെന്നും അവന് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ദൈവം അവനെ സ്നേഹിക്കുന്നെന്നും അവന് വേണ്ടി ദൈവത്തിന് നിത്യമായ പദ്ധതികൾ കുറിച്ചും ദൈവം അവന് മനസാക്ഷിയിലൂടെയും ദൈവവചനത്തിലൂടെയും മറ്റ് പ്രകൃതി സൃഷ്ടികളിലൂടെയും ഒക്കെ അവന് വെളിപ്പെടുത്തി കൊടുത്ത് അവസാനം സ്വന്തം പുത്രൻ കടന്നു വന്നത് ഞാൻ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ആ പുത്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയെല്ലാം അവരോട് പറഞ്ഞിട്ടും അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചെങ്കിൽ ന്യായവിധി എന്ന് പറയുന്നത് തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. അതൊരിക്കലും അന്യായവിധിയല്ല, അത് ന്യായവിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സത്യം പറഞ്ഞാൽ കർത്താവിനെ അവർ ന്യായം വിധിച്ച് അവർ കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് കാണാമെങ്കിൽ തന്നെ ഈ ലോകം മുഴുവൻ അവിടെ ന്യായം വിധിക്കപ്പെടുകയാണ്. ഈ ലോകം മുഴുവൻ ഈ ദൈവപുത്രൻ്റെ പാപമില്ലാത്ത രക്തം ചൊരിയപ്പെട്ടതിന് ആൻസറബിളായിട്ട് ലോകം മുഴുവൻ അവൻ്റെ മുന്നിൽ തീരുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്ന പോലെ അങ്ങനെ സകല വായുമടഞ്ഞ് ഈ സകല ലോകവും അവൻ്റെ മുന്നിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അവൻ ലോകത്തെ വിധിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കവിടെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അടുത്തത് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ വിധിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോകത്തിൻ്റെ പ്രഭു ആരാണെന്നും തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇതാ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനുമായിട്ട് എനിക്കൊരു കാര്യവുമില്ല എന്നൊക്കെ കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നൊക്കെ ഇവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, 16-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ വിധിക്കുക ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു പാട്ടിൽ പാടുന്നത് പോലെ കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല, മൃത്യുവെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതികർത്തനായി വാഴുന്നവൻ എന്ന് നമ്മൾ കർത്താവിനെ കുറിച്ച് നമ്മൾ പാടുന്നത് പോലെ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഈ മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കൂട്ടം കൂടി അവനെതിരെ കാര്യങ്ങളെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനു മുന്നേ തന്നെ സാത്താൻ പരീക്ഷിക്കാനും കർത്താവിനെ കൊന്നുകളയാനും ഈ ലോകത്തിൽ അകാല മരണത്തിലൂടെ നീക്കിക്കളയാനും ഒക്കെ പിശാച് ശ്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പല മനുഷ്യരിലൂടെയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ കാൽവരിയിൽ നമുക്കറിയാം, ഇവിടെ വെച്ച് നമുക്ക് കാണുന്നത് പോലെ ഇതായി ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അപ്പോൾ കർത്താവിനെ പിടികിട്ടി, ഇതോടുകൂടി അവൻ്റെ കാര്യം തീർന്നു, അവൻ ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി അവനെ കൊണ്ടുള്ള ഒരു തലവേദന ഇല്ല എന്ന് പിശാച് വിചാരിച്ച് ഈ ലോകത്തിൻ്റെ ആ വ്യവസ്ഥയോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ അവസാനം ഇതോടുകൂടെയാണ് എന്ന് പിശാച് ചിന്തിക്കുമ്പോൾ പിശാചിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും ഭേദിച്ചുകൊണ്ട് കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഇവിടെ പിശാച് കർത്താവിനെ വിധിക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ ലോകത്തിനെ വിധിച്ചത് പറഞ്ഞതുപോലെ ഇതാ ഈ ലോകം വിധിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. 16-ന്റെ നമ്മൾ വായിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ എന്നിൽ വിശ്വസിക്കായകൊണ്ട്, ഈ ലോകം എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങളുടെ അടുക്കൽ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ എന്ന് അവിടെ പറയുക. അപ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ മരണത്തോടു കൂടെ ഈ മനുഷ്യനെ ചതിച്ച് അവൻ്റെ ദൈവം നൽകിയിരിക്കുന്ന അവകാശങ്ങളെ കൈക്കലാക്കി അവന് പകരം ഈ ലോകവും അതിൻ്റെ സുഖല മഹത്വവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വീമ്പ് പറയുന്ന പിശാചിനെ അവൻ്റെ ഫൈനൽ ന്യായവിധി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ അന്നേരമല്ല നടക്കുന്നത്. ന്യായവിധി, അവനെ വിധിക്കുന്ന വിധി കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, പിശാചിൻ്റെ സകല ശക്തികളെയും ആയുധവർഗങ്ങളെയും വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കിയെന്ന് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:15 നമ്മൾ വായിക്കുന്നു. അപ്പോൾ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് അവിടെ നമ്മൾ വായിക്കുക. അപ്പോൾ
ഈ കാൽവരിയിൽ വെച്ച് പിശാചിന് അന്ന് വരെ മനുഷ്യരാശിയെ ചതിക്കാനും മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളിവിടാനും തക്കവണ്ണം ന്യായപ്രമാണത്തെയൊക്കെ ഉപയോഗിച്ച് നിത്യമായ പാപബോധം അവനിൽ നിന്ന് മാറാതെ അവനെ നിത്യനാശത്തിലേക്ക് തള്ളിവിടാൻ തക്കവണ്ണം സാധിച്ചിരുന്നെങ്കിൽ, ഇനി അത് സാധിക്കാതെ വണ്ണം ഇതാ നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഇനി നീ പാപിയാണെന്നുള്ളതല്ല നിന്റെ കുറ്റം, പാപത്തിന് വേണ്ടി നിനക്ക് ഒരു വഴി തുറക്കപ്പെട്ടിട്ട് നീ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നിന്റെ കുറ്റം. സൗജന്യമായ ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു. ആ വഴി അക്സെപ്റ്റ് ചെയ്യുകയും, കർത്താവെ അതെ ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സൗജന്യമായിട്ട് ഏത് വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളപ്പോൾ അങ്ങനെ കടന്നു വരാൻ കഴിയുന്നില്ല എന്നുള്ളതാ കുറ്റം. ഇവിടെ കാണുന്നു, പിശാച് അന്ന് വരെ ഉപയോഗിച്ചിരുന്ന എല്ലാ അവന്റെ ആയുധവർഗങ്ങളെയും അവന്റെ തന്ത്രങ്ങളെയും അവന്റെ രീതികളെയും എല്ലാം ആയുധവർഗം വെപ്പിച്ചു. അതിനെ നിർവീര്യമാക്കി. പിശാചിന് ഇനി ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുകളിൽ പ്രവർത്തിച്ച് ഒരു മനുഷ്യനെയും അടിമയാക്കാൻ കഴിയാതെ വണ്ണം നിരുപാധികമായിട്ട് പാപത്തിനുള്ള പരിഹാരവും പാപത്തിനുള്ള വിടുതലും, പാപത്തിൽ നിന്ന് ഒരു പാപിയായ മനുഷ്യന് നിത്യതയിലേക്ക് കടന്നു പോകാനായിട്ട് അവൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ തന്നെ, മാത്രയിൽ തന്നെ നീതിമാനായിട്ട് ദൈവസ്ഥലിൽ നീതീകരിക്കപ്പെടുവാനുമുള്ള വഴി ഇവിടെ ഒരുക്കപ്പെടുകയാണ്. കർത്താവ് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടാൻ പോകുക. നമുക്കറിയാമല്ലോ, കാൽവരിയിൽ ഓൾറെഡി അവൻ്റെ ആയുധങ്ങളെ വെപ്പിച്ച് കഴിഞ്ഞു. കാൽവരിയിൽ ഓൾറെഡി ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ വിധി നടപ്പാക്കുന്നത് മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ കാണുന്ന കാര്യം. ഈ കാൽവരിയിൽ വിധിച്ച വിധിയെ നടപ്പാക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അവനെ ഡിസാം ചെയ്ത് കഴിഞ്ഞു. അവന്റെ എല്ലാ ശക്തിയെയും കർത്താവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ കർത്താവ് ആയുധവർഗം വെപ്പിച്ച് കഴിഞ്ഞു. യേശു എന്ന നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങുകയും സകലരും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നുള്ള വിധി പുറപ്പെടുവിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും കർത്താവ് ഈ വിധി നടപ്പാക്കുന്ന കാര്യം മാത്രമാണ് തുടർന്ന് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ചിലരൊക്കെ സമയത്തിന് മുന്നേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നുവോ, അപ്പോൾ അവൻ്റെ അന്ത്യത്തെപ്പറ്റി അവർ ഏകദേശം മനസ്സിലായി. കർത്താവ് ലോകത്തിൽ ജഡത്തിൽ അവതരിച്ചതോടുകൂടെ, അല്ലെങ്കിൽ ഈ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ കർത്താവ് വന്നതോടുകൂടെ പിശാചിൻ്റെ ആ അന്ത്യം കുറിക്കപ്പെട്ടു, അവൻ്റെ വിധി പ്രസ്താവിക്കപ്പെട്ടു. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ട് അവനെ പുറത്തു തള്ളിക്കളയും എന്ന് പറയുക. അപ്പൊ കാൽവരിയിൽ സത്യത്തിൽ സാത്താൻ കർത്താവിനെ തോൽപ്പിക്കുകയല്ല ചെയ്തത്, കർത്താവ് സാത്താനെ തോൽപ്പിക്കുക ചെയ്തത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആയുധങ്ങളിലൂടെയോ ഇതിലൂടെയോ ഒന്നും അല്ല. തൻ്റെ താഴ്മയിലൂടെയും ക്രൂശിലെ മരണത്തോളവും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി എന്ന് വായിക്കുക. എന്നിട്ട് അവിടെ എഴുതിയേക്കാണ്, അങ്ങനെ ഞാൻ ഉയർത്തപ്പെട്ടാൽ, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറയാം. കർത്താവ് അന്നു മുതൽ ഇന്ന് വരെയും ചെയ്യുന്ന കാര്യം നമുക്ക് കല്ലെറിയാൻ വന്ന ആൾക്കാരുടെ മനസാക്ഷിയിൽ കർത്താവ് പ്രവർത്തിച്ച കാര്യം നമ്മൾ കണ്ടു. അവർക്കൊക്കെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സകല ഹൃദയങ്ങൾക്കും കർത്താവ് അന്നു മുതൽ ബോധ്യം വരുത്തുകയും എല്ലാ മനുഷ്യരെയും ഒരു വിഭാഗ ഭേദമന്യേ എല്ലാവരെയും കർത്താവ് തങ്കിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, എന്നിട്ട് പറയുക, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഈ ലോകത്തിൽ വെളിച്ചമായിട്ടിരിക്കുകയാണ്. വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊള്ളുവീൻ എന്ന് മാത്രമല്ല, മുകളിൽ നമ്മൾ കാണുന്നു ഈ ഉയർത്തപ്പെടേണ്ടതിനെന്ന് പറയുന്നത് എന്താ? ക്രിസ്തു എപ്പോഴും ഞങ്ങളുടെ കൂടി ഇരിക്കുമെന്നൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അവർ വിചാരിക്കുന്നത് ഒരു രാജാവായിട്ട് എന്നേക്കും ഇരുന്നിങ്ങനെ ലോകപ്രകാരം ഭരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ കാണുന്നത്. എന്നാൽ ആദ്യമായിട്ട് നമുക്കറിയാമല്ലോ, ദൈവരാജ്യം അവരിൽ നടപ്പാകേണ്ടതിന് അവരവരുടെ പാപത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും അവരുടെ വീഴ്ചയെപ്പറ്റിയും അവർക്ക് ഗ്രഹിച്ച് അവർ കർത്താവിന് സന്നിധിയിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവിടെ അങ്ങനെ പറഞ്ഞ ശേഷം, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് അവിടെ പറഞ്ഞതിന് ശേഷം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറഞ്ഞു. കർത്താവ്
രഹസ്യമായിട്ട് അവിടെ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ രഹസ്യമായിട്ട് നമ്മൾ എഴുതിയിട്ടില്ല, മറ്റു ചില വേർഷൻസിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ കാണുകെ അവർ വളരെ അത്ഭുതങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവദാസൻ യെശയ്യാ പ്രവചനത്തിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്കറിയാം യാക്കോബ്, അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും ദൈവം അവരോട് ചെയ്ത നിയമവും, അതുപോലെ തന്നെ അവർ ഈജിപ്തിൽ പോയി ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ ദൈവം മടങ്ങി വരുമ്പോൾ അവരെ ദേശത്ത് ഫലകരമായ ദേശത്തൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഒരു പാലും തേനും ഒഴുകുകയും വിശിഷ്ടതയുള്ള ഒരു ദേശത്ത് താമസിച്ചത് കൊണ്ടൊന്നും അവരുടെ ആന്തരികമായിട്ടുള്ള അനുഭവത്തിന് വ്യത്യാസം വന്നില്ല. അവർക്ക് കാര്യങ്ങളെ തിരിച്ചറിയത്തക്കവണ്ണം ജീവിക്കാനായിട്ട് അവർക്കൊരു ന്യായപ്രമാണമൊക്കെ കൊടുത്തു. എന്നാൽ ഇതൊക്കെ കൂടുതൽ കൂനിന്മേൽ കുരു എന്ന പോലെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ബലഹീനതകളെ കൂടുതൽ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സ്ഥലത്ത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും, ഞാൻ അവർക്ക് കാണാതെ വണ്ണം ഉള്ള ഒരു അനുഭവം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് വായിക്കാം. സത്യം പറഞ്ഞാൽ ദൈവം ആരുടെയെങ്കിലും മനസ്സ് കുരുടാക്കുന്നുണ്ടോ? നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ച ദൈവവചന ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യരെ കഠിനപ്പെടുത്തി, അതുകൊണ്ട് ദൈവവും കഠിനപ്പെടുത്തി. ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയും. അവർ വിശ്വസിച്ചില്ല, വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവം അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിലവാരത്തിൽ കാര്യങ്ങളെ ആക്കി തീർത്തു എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തോ ഈ വിശ്വസിക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാര്യം എന്ന് നമുക്കറിയാം. നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണം നൽകപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർക്ക് അത് അവരുടെ കയ്യിൽ നൽകുകയും അത് ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും എന്നുള്ള ഒരു നിലയിൽ അതിനെ ചെയ്യാൻ തക്കവണ്ണം അവർ പരിശ്രമിക്കുകയും അങ്ങനെ ഓരോരോ പ്രമാണത്തെയും വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് അത് കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് അത് ചെയ്യാൻ തക്കവണ്ണം അതിൻ്റെ പ്രായോഗിക വശങ്ങളെയൊക്കെ അവർ പല നിലകളിൽ പിന്നെയും ചെറിയ പ്രമാണങ്ങളായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ഒക്കെ കൊണ്ടുവന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ അവരുടേതായിട്ടുള്ള ചില ഇൻ്റർപ്രിട്ടേഷൻസും അവരുടേതായിട്ടുള്ള തന്നെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അങ്ങനെ ഒന്നൊക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ സ്ട്രിക്റ്റായി പോകുന്ന അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. പോകുന്നത് കൊണ്ട് ഉണ്ടായ ഫലം എന്താ? അങ്ങനെ പോയത് കൊണ്ടുണ്ടായ ഫലം അവരിതൊക്കെ ചെയ്യുന്നു എന്ന് അവർ ചിന്തിക്കുകയും എന്നാൽ അവർ യഥാർത്ഥത്തിൽ അത് ചെയ്യാതിരിക്കുകയും ബാഹ്യമായിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുകയും അതിൻ്റെ ആന്തരികമായിട്ടുള്ള അനുഭവം അവർ വിട്ടുകളയുകയും ചെയ്തു. സത്യം, ധർമ്മം, നീതി ഇതൊക്കെ വിട്ടുകളഞ്ഞു. എന്നാൽ ജീരകം, ചതകുപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പതാരം കൊടുക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവരെന്ന് പരീശന്മാരെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. നമുക്ക് കർത്താവ് ഈ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും നമുക്കവിടെ കാണാം എന്ന് വരെ ആ കർത്താവ് അത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ മൊത്തം പോകുകയും ഈ ദേശം ശൂന്യമാകുകയും ചെയ്യുന്നത് വരെ എന്ന് അവിടെ പറഞ്ഞു. അതിൻ്റെ 11-ാം വാക്യം 6-11 പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന് നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് ഗ്രഹിക്കയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും ചെയ്തുവല്ലോ. നമുക്കറിയാമല്ലോ ദാവീദിലൂടെയും മറ്റ് ദൈവഭക്തന്മാരിലൂടെയും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അതിൻ്റെ ജനത്തിന് കൊടുത്തു. എന്നാൽ അവർ ഈ പ്രമാണം വിട്ടിട്ട് കർത്താവിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയാനും തങ്ങൾക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കർത്താവേ എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കാനുമല്ല അവർ ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അവസാനത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവർ വിശ്വാസത്താലല്ല അവർ പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടച്ചക്കല്ലിന്മേൽ തട്ടി അവർ സ്വന്തം നീതി, ദൈവത്തിൻ്റെ നീതിക്ക് മുകളിലായിട്ട് സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് പരിശ്രമിച്ചതുകൊണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ വരുന്ന ഓരോ ഈ പ്രമാണം പ്രാപിച്ചവർ അല്ലെങ്കിൽ യഹൂദന്മാർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം അവർ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുകയും സത്യത്തിൽ ഈ കൃപയിൽ ആശ്രയിക്കാൻ കഴിയാതെയും പോവുക.
അത് അന്ന് യഹൂദന്മാർക്ക് മാത്രമല്ല, ഇന്ന് പല ക്രിസ്തീയ വിശ്വാസികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടമാണ് അത്. കാരണം അവർ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ വിചാരം അവരേതാണ്ടൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർ ഈ കൃപയിൽ ഇപ്പം നിൽക്കുന്നത്. എനിക്ക് അറിയാവുന്ന ചില സഹോദരങ്ങളുണ്ട്, ഞാൻ തന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സഹോദരങ്ങളെ, എന്നാൽ തന്നെ എനിക്കറിയാം അവരെപ്പോൾ ചെല്ലും, പാസ്റ്ററെ ഞാനിന്ന് ഇങ്ങനെ ചെയ്തു, പാസ്റ്ററെ ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ അവർ ചെയ്തതിൻ്റെ ലിസ്റ്റ് അവർക്ക് പറയാനായിട്ടുള്ളത്. എന്നാൽ ദൈവകൃപയിൽ ചെയ്യരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയാനല്ല. കർത്താവെ, നിൻ്റെ കൃപയുടെ ആധിക്യം കൊണ്ട്, നിൻ്റെ കൃപ കൊണ്ട് കർത്താവെ, ഏറ്റവും അയോഗ്യനും ഏറ്റവും കുറവുള്ളവനുമായ എന്നെ നീ രക്ഷിച്ചല്ലോ കർത്താവെ, നീ എന്നെ സ്നേഹിച്ചല്ലോ. ഈ പദവിക്കും ഈ സ്നേഹത്തിനും ഒന്നും ഞാൻ അർഹനോ യോഗ്യനോ അല്ല കർത്താവെ, എന്നിട്ട് നീ എന്നെ കരുതുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തുവല്ലോ എന്നുള്ള ഒരു ഭാവമാണ്. ഒരിക്കലും ഒരു സ്വയനീതിയുടെ ഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ കൃപ വിട്ട് അന്യപ്പെട്ടു പോകുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടെ കുറ്റമല്ല മറ്റുള്ളവരുടെ കുറ്റം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൃപ വിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവത്തിലാണ് നമ്മൾ പോകുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഏത് വ്യക്തിയുടെ കുറവിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ കുറവ് കാണാനായിട്ട് കഴിയും. ആ കർത്താവിൻ്റെ ക്രൂശിനോട് നമ്മൾ അടുക്കും തോറും മറ്റു ഭക്തന്മാർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ, അയ്യോ അരിഷ്ട മനുഷ്യൻ, കുറവുള്ളവൻ നമ്മുടെ വീഴ്ചകളെയും ബലഹീനതകളെയും കുറിച്ച് എത്ര വർഷം ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ഇരുന്നാലും അവൻ്റെ കുറവിനെ പറ്റി അവന് മനസ്സിലാവുന്നത്, അവൻ്റെ വീഴ്ചകളെപ്പറ്റി അവന് മനസ്സിലാവുന്നത്, അവൻ്റെ യോഗ്യതയില്ലായ്മയെ പറ്റിയാണ് ദൈവസന്നിധിയിൽ അവന് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം ശ്രേഷ്ഠതയായിട്ടോ യോഗ്യതയായിട്ടോ ദൈവസന്നിധി നിലനിൽക്കുന്നതിന് കാരണമായിട്ടോ നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് പറ്റിപ്പോയ ഒരു സംഭവമാണ്. അപ്പം അവരുടെ കണ്ണ് തുറക്കപ്പെടുവോളം ഇത് നമുക്കറിയാമല്ലോ, അവർ പ്രവാസത്തിൽ പോയി കിടന്ന് ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ നിന്റെ ഹിതം പോലെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ നിലവിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് ദാനിയേല്, നെഹമ്യാവ് ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ കാണുമ്പോൾ നമുക്കറിയാം തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നീ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല. എന്നാൽ ഈ സമയത്ത് അവരോട് പറയുമ്പം അവർക്ക് അതെന്താ ഈ പ്രവാചകന്മാർ പറയുന്നത് എന്ന് മനസ്സിലാകുന്ന പോലുമില്ല. നമുക്കറിയാം ഈ യെശയ്യാവിനെയും യിരെമ്യാവിനെയും ഒക്കെ പീഡിപ്പിക്കൽ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ഒരിക്കലും അവർ പറഞ്ഞ വചനങ്ങളെ അവർ ഏറ്റെടുത്തിരുന്നില്ല, അവരെ തള്ളിക്കളയുക ചെയ്തത്. കുറവുണ്ടെന്ന് പറയുമ്പോൾ അത് കുറവൊന്നും അല്ല, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ എൻ്റെ ജനത്തിന് ലഘുവായിട്ട് ചികിത്സിക്കുന്നു എന്ന് യിരെമ്യാവ് പറയുന്നത് പോലെ ഇതൊക്കെ നടക്കുമ്പോഴും ഈ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം എത്ര പരിതാപകരമായിട്ടുള്ള ഒരനുഭവത്തിലാണ്. കാരണം ഞങ്ങൾ നിന്റെ വചനങ്ങൾ അനുസരിക്കയില്ല എന്ന് അവരുടെ ഹൃദയത്തിൽ അവരെ പറഞ്ഞതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ആദ്യം കഠിനപ്പെടുത്തിയത് അവരാ. ഫറവോൻ്റെ കാര്യത്തിൽ വായിക്കുന്നവരെ ഫറവോൻ ആദ്യം കഠിനപ്പെടുത്തി, അപ്പം ദൈവം കഠിനപ്പെടുത്തി എന്ന് അവിടെ എഴുതിയേക്കുക. അതൊരു ന്യായമായ കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ചില ആൾക്കാരൊക്കെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ഇപ്പോഴൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോഴൊക്കെ കുറച്ച് ഉപദേശിമാരെയൊക്കെ കളിയാക്കി ഈ വചനത്തെ കോട്ടിമാട്ടിക്കളഞ്ഞ് അതിനെ തിരിച്ചു പറഞ്ഞുകൊണ്ട് അതിന് പാരഡി പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ വിശ്വസിക്കാം എന്ന് വിചാരിക്കുന്ന വിദ്വാന്മാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാവോ, നിങ്ങൾ ഓൾറെഡി ഈ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വലിയ മതിൽക്കെട്ട് കെട്ടിക്കഴിഞ്ഞു. ചിലർ കണ്ണുനീരോടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ എനിക്ക് വിശ്വസിക്കണമെന്നുണ്ട്, എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ എന്നോട് പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം അവർക്ക് ജീവിതത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നാടുകളിൽ അവർക്ക് ഈ വചനം വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാൻ കഴിയുന്ന നാടുകളിൽ അതിനെ തള്ളിക്കളയുകയും അതിനെ നിഷ്കാസനം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ അവർ ജീവിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ ഈ ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അപ്പം ദൈവവചനത്തിന് ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവൻ്റെ മരീബയിലെ പോലെയും മസ്സാനാളിലെ പോലെയും ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇന്ന് ഈ ദൈവിക സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് താമസിപ്പിക്കാനോ ഒരു വേറൊരു സമയത്തേക്ക് അത് മാറ്റിവെക്കാനോ ഉള്ളൊരു തീരുമാനമല്ല. കാരണം അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിപ്പിനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നെടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നെടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഈ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചു പോയതും അതുതന്നെയാണ്. അവർ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കുകയും അവർ സത്യത്തിൽ അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ ദൈവകൃപയെക്കുറിച്ച് പറഞ്ഞ ദൈവഭക്തന്മാരോട് ക്രിസ്തുവിനെക്കുറിച്ച് ലിറ്ററലായിട്ട് ഒരുപക്ഷെ പുതിയ നിയമത്തിൽ പറഞ്ഞതിനേക്കാൾ ശക്തമായ നിലയിൽ വെളിപ്പെടുത്തിയ യെശയ്യാവിനെ ഈർച്ചവാളിന് അറുത്തു കൊല്ലുകയും അതുപോലെ ഇരമ്യാവിനെ പൊട്ടക്കണത്തിലുമൊക്കെ ഇട്ട് മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പല നിലയിലുള്ള പീഡനങ്ങളിലൂടെ ഞെരുക്കത്തിൻ്റെ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ നോക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം എഴുതിയ പ്രവചനങ്ങൾ മുഴുവൻ നെരിപ്പോടിലെ തീയിലോട്ടിട്ട് കത്തിച്ചു കളയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, എന്തുകൊണ്ട് ഹൃദയം കഠിനപ്പെടുന്നു? ഹൃദയം കഠിനപ്പെടുന്നതിൻ്റെ കാര്യം നമ്മൾ ഹൃദയം കഠിനപ്പെടുത്താൻ തക്കവണ്ണം നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പം ദൈവവും പറയും അങ്ങനെ തന്നെ ആകട്ടെ മോനെ, അങ്ങനെ തന്നെ ആകട്ടെ. ഈ ഇത്രയും പങ്കപ്പാടുകൾ പെട്ട് ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്ന് കഷ്ടമനുഭവിച്ച് അങ്ങനെ നേടിത്തന്ന ഈ സുവിശേഷം സദ്വാർത്ത നിന്റെ കാതുകളിൽ വരുമ്പോൾ നീ ഇതിനെ പുച്ഛത്തോടെയും നീ ഇതിനെ അവഗണനയോടെയും കൂടെ നീ നോക്കിയിട്ട് ഇതെന്ത് കേൾക്കാനാ, ഇതിലെന്ത് പുതുമയാ ഉള്ളത് എന്ന് പറഞ്ഞ് നീ അതിനെ തള്ളിക്കളഞ്ഞിട്ട് അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവവും നിന്റെ ഹൃദയത്തിൽ ഒരു പണി ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട്ടമോനെ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. അല്ലാതെ ദൈവം എല്ലാ സമയത്തും നിന്റെ പുറകെ വന്നു പ്ലീസ് വിശ്വസിക്കുമോനെ, നീ വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാകും, അതുകൊണ്ട് നീ ഒന്ന് വിശ്വസിക്കുമോനെ എന്ന് പറയുമെന്നാണോ നമ്മുടെ വിചാരം? നമ്മൾ വിശ്വസിച്ചില്ലേലും ദൈവത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കണമെന്ന് തൻ്റെ സ്നേഹത്തിൽ ദൈവം ആഗ്രഹിക്കുകയും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള സ്നേഹം നമുക്ക് വേണ്ടി കർത്താവ് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കിയാട്ടെ, ദൈവവചനത്തിനാണ് നന്ദിയോടെ സ്തോത്രം. എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് വ്യക്തമായിട്ട് അവിടെ എന്നിട്ടാണ് നമ്മൾ ഇന്ന് തലക്കെട്ടിട്ടേക്കുന്ന ഭാഗം നമ്മൾ കാണുന്നത്. അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിപ്രശ്നരാകാതിരിക്കാൻ ഏറ്റു പറഞ്ഞില്ല താനും. അത് വേറൊരു ടൈപ്പ് ആൾക്കാരാണ്. കാരണം അങ്ങനെ ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ ഉടനെ അവരെ പള്ളിപ്രശ്നരാക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവിടുത്തെ പ്രമാണികൾ. അവർ പള്ളിപ്രശ്നരാകാതിരിക്കാനായിട്ട് ഏറ്റു പറഞ്ഞില്ല എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നി. ഇന്നും അതുപോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവർ ദൈവത്താലുള്ള മാനത്തെക്കാളും മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യഭയം ഒരു കണിയാകുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രോവർബിൽ എന്ന് പറഞ്ഞതുപോലെ. അയ്യോ അവർ കാണും, ഇവർ കാണും, കർത്താവിനെ അവൻ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമാണ്. നമ്മുടെയൊക്കെ വിചാരം അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കത്തോലിക്കർക്ക് വേണ്ടി ഒരു സ്വർഗം, പെന്തിക്കോസുകാർക്ക് വേണ്ടി വേറൊരു സ്വർഗം, യാക്കോബക്കാർക്ക് വേണ്ടി വേറൊരു സ്വർഗമൊക്കെ ഉണ്ടായി കാണും. ഓരോരുത്തരെ വിളിക്കും. കത്തോലിക്കരല്ല ഇങ്ങോട്ട് വന്നേ, കത്തോലിക്ക സ്വർഗത്തിലോട്ട് കയറ്, ബന്ധിക്കോസുകാർ ബന്ധിക്കോസ് സ്വർഗത്തിലേക്ക് കയറ് എന്ന് പറയുമെന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയൊന്നും കർത്താവ് അങ്ങനെ ആർക്കും പ്രത്യേക സ്വർഗങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ സുവിശേഷം മാനദണ്ഡമാക്കിക്കൊണ്ട് ഈ സുവിശേഷം അനുസരിച്ച് താൻ ലോകത്തെ വിധിക്കും എന്നാണ് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ വിധിക്കുന്നില്ല. വായിച്ച ഭാഗത്തല്ല, നമ്മൾ അതിൻ്റെ 47-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അതെ, ലോകത്തെ വിധിപ്പാനല്ല രക്ഷിപ്പാനത്രേ ഞാൻ വന്നത്. 48-ാം വാക്യം, എൻ്റെ വചനം കൈക്കൊള്ളാത്തവനെ, എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പം ഇതിനു മുന്നേ നമ്മൾ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ടൊക്കെ 5-ാം അധ്യായത്തിലൊക്കെ കണ്ടു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുകയാണ്, എന്നെ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ച പിതാവിലാണ് വിശ്വസിക്കുന്നത്. ഈ പിതാവ് എനിക്ക് തന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ച പിതാവിനെയാണ് സ്വീകരിക്കുന്നത്, കാണുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ ന്യായം വിധിക്കുന്നില്ല. ഞാനിപ്പോഴും അവനെ ഒന്നും പറയുന്നില്ല. കാരണം ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ വചനം കൈക്കൊള്ളാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം നമ്മുടെ ഭവനങ്ങളിൽ, കാതുകളിൽ എത്രയോ തവണ മുഴങ്ങിയിട്ടുള്ളതാണ്. അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ? അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ തന്നെ ഒരു നിന്ന നിപ്പിൽ നമ്മൾ നിൽക്കുകയാണോ? ആത്മീയമായിട്ട് വളരാൻ കഴിയാതെ വണ്ണമുള്ള ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുകയാണോ?
എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യാം. മാത്രമല്ല, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. ആകെ ഞാൻ സംസാരിക്കുന്ന പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ ആകുന്നു. ഈ നമ്മൾ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം വെച്ച് തന്നെ നമ്മൾ ന്യായം വിധിക്കപ്പെടും. ഈ വചനത്തിനോട് കാണിക്കേണ്ട ആദരവും അതിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ട കീഴടങ്ങലും അതിൻ്റെ മുന്നിൽ നാം ഏറ്റുപറയേണ്ട ഏറ്റുപറച്ചിലും നമ്മൾ ചെയ്തില്ല എങ്കിൽ കർത്താവ് സംസാരിച്ച വചനം തന്നെ, വചനവും സത്യവും പുനരുത്ഥാനവും ഒക്കെ ആയിരിക്കുന്ന കർത്താവ് തന്നെ, നമുക്കറിയാം പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് അവൻ ന്യായം വിധിക്കുന്നില്ല. ഞാൻ ലോകത്തെ ഇത് ശുശ്രൂഷിക്കാനും തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാനുമാണ് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇതേ ദൈവപുത്രൻ ന്യായാധിപതിയായി ലോകത്തെ വിധിക്കുന്നവനായി കടന്നു വരുന്ന ഒരു കാഴ്ച ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ന് ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അനേകർ അവനെ കണ്ടുകൊണ്ട് മാറത്തടിച്ചതുപോലെ അവന് ഇപ്പോൾ അങ്ങനെയുള്ള ദൈവവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിലെ സകല വംശങ്ങളും ജാതികളും ഒക്കെ അവൻ്റെ മുന്നിൽ വിലപിച്ചും കൊണ്ട് പ്രലപിച്ചും കൊണ്ട് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഇതാ വേഗം വരുന്നു. ന്യായാധിപതിയായിട്ട് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ അവൻ കടന്നു വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയും. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങൾ കർത്താവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് നാളെ മുതൽ നമ്മൾ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ചെലവഴിക്കുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ ഈ കേട്ട വചനമനുസരിച്ച് ഒരു ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട്, അവൻ്റെ വചനങ്ങൾക്ക് കർത്താവിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ വചനത്തെ ഉൾക്കൊള്ളുകയാണ് എന്ന് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ സത്യസന്ധമായിട്ടും വിശ്വസ്തമായിട്ടും ജീവിച്ച് ജയകരമായ ജീവിതം ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും.